ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് പ്രകാരം തഖ്വയോടുകൂടി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിലെ അവസാനത്തെ ആയത്താണ് ഞാനിവിടെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ഖുൽ, പറയുക, മാ യഖ്ബഉ ബികും റബ്ബി, എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല. ലൗലാ ദുആഉക്കും, നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ല, നിങ്ങൾ ദുആ ചെയ്യുന്നില്ല എങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല. ഫഖദ് കദബ്തും, നിങ്ങൾ കളവാക്കുകയാണ് ചെയ്യുന്നത്. ഫസൗഫ യകൂനു ലിസാമ, വളരെ അടുത്തു തന്നെ അതിൻ്റെ ഒരു അനിവാര്യമായ ശിക്ഷ ഉണ്ടായിത്തീരുന്നതാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ദുആ ചെയ്യാൻ നമ്മളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിഗണന ലഭിക്കാൻ, അല്ലാഹുവിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാൻ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നതാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥനകൾ തന്നെ വ്യത്യസ്ത രൂപത്തിലും ശൈലിയിലും പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലുമുള്ള പ്രാർത്ഥന, ജീവിതത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉള്ള പ്രാർത്ഥനകൾ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥാപിതമായ ദുആ എന്ന് പറയുന്നത് അസ്വലാത്ത്, നമസ്കാരം എന്ന് നമ്മൾ പറയുന്ന അസ്വലാത്താണ്. അത് വ്യവസ്ഥാപിതമായി തന്നെ നിലനിർത്താനാണ് അല്ലാഹു തആല പറഞ്ഞത്. അഖീമുസ്സലാത്ത്, നിങ്ങൾ നമസ്കാരം വ്യവസ്ഥാപിതമായി മുറപ്രകാരം നിലനിർത്തുക എന്നാണ്. ഒരുപാട് കാര്യങ്ങൾ ആ സ്വലാത്തിലൂടെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി സംസാരിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന സ്വലാത്ത ലിദിക്രി, ഈ സ്വലാത്ത് എന്നെ സ്മരിക്കാനുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നമസ്കരിച്ചാൽ അല്ലാഹുവിനെ ഓർമ്മയുണ്ടാകും എന്നാണ്. നമസ്കാരം കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രയോജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചീത്ത കാര്യങ്ങളിൽ നിന്ന്, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തടയും. നമ്മൾ നിസ്കരിച്ചാൽ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരും. നമ്മുടെ പദവികൾ ഉയരുകയും അല്ലാഹു നമ്മളെ പ്രത്യേകം പരിഗണിക്കുകയും ചെയ്യും. നിങ്ങളുടെ വീടിന് മുന്നിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് എങ്കിൽ ആ നദിയിൽ നിന്ന് നിങ്ങൾ ഒരു ദിവസം 5 പ്രാവശ്യം കുളിച്ചാൽ നിങ്ങളുടെ ദേഹത്ത് വല്ല അഴുക്കും ഉണ്ടാകുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമയിലൂടെ ഒരിക്കൽ അനുയായികളോട് ചോദിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലേ, ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ഇതുപോലെയാണ് അസ്വലാത്ത്, നമസ്കാരം. അത് കൃത്യമായി നിർവഹിക്കുന്നവരിൽ പിന്നെ മാലിന്യങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ്. നമ്മൾ നമസ്കാരത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ, ഇത്ര അത്ഭുതകരമായ, ഫലപ്രദമായ
ഒരു ഇബാദത്ത് ഒരു സമൂഹത്തിനും ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഒരുപാട് ഫലങ്ങളുള്ള ഒരു കർമ്മമാണ് സ്വലാത്ത്. പക്ഷെ അതൊക്കെ അതിനെക്കുറിച്ച് ഉള്ള വിശദീകരണങ്ങളാണ്. പ്രയോഗ തലത്തിൽ നമുക്ക് എത്രത്തോളം ഈ നമസ്കാരത്തെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ട്, മറ്റേതൊക്കെ തത്വങ്ങളാണ്. അതൊക്കെ നമസ്കാരത്തെ കുറിച്ചുള്ള വിവരങ്ങളും വിവരണങ്ങളുമാണ്. പക്ഷേ നമസ്കാരം നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കിയ അന്നു മുതൽ ദിനേന അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രത്തോളം ഈ സ്വലാത്ത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ നന്നായി പരിശോധിക്കണം. നമ്മൾ ഫർദ് മാത്രമല്ല നിസ്കരിക്കുന്നത്, സുന്നത്തും നിസ്കരിക്കുന്നത്. ഫർദായ നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കുന്നവരും അതിൽ വീഴ്ച വരുത്തുന്നവരും ഉണ്ട്. ഫർദായ നമസ്കാരങ്ങളുടെ മുന്നേ ഉള്ള സുന്നത്തുകൾ, അതിന് ശേഷമുള്ള സുന്നത്തുകൾ നിർവഹിക്കുന്നവരും നിർവഹിക്കാത്തവരുമുണ്ട്. പിന്നെ സന്തോഷാവസരത്തിലും സങ്കടമുള്ളപ്പോഴും ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടപ്പോഴും കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരാതെ ആശയക്കുഴപ്പത്തിലാകുമ്പോഴും അങ്ങനെയുള്ള വ്യത്യസ്ത ഘട്ടങ്ങളിലെ നമസ്കാരങ്ങൾ അതൊക്കെ കൊണ്ടു നടക്കുന്നവരും അല്ലാത്തവരുമുണ്ട്. നമസ്കാരം നിർവഹിക്കാത്തവരെ കുറിച്ചല്ല ഈ സന്ദർഭത്തിലെ നമ്മുടെ ചർച്ച. നമസ്കാരം നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ്. അവർക്ക് ഇത് എത്രത്തോളം പ്രയോജനപ്രദമാകുന്നുണ്ട് എന്നതാണ്. നമസ്കാരത്തിലെ ഒരൊറ്റ സന്ദർഭത്തെ മാത്രം നിങ്ങളുടെ മുമ്പിൽ വിഷയമാക്കാനാണ് ഈ കുത്തുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരൊറ്റ സന്ദർഭം. നമസ്കാരത്തിന് വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്, വ്യത്യസ്തമായ പ്രാർത്ഥനകളും നിക്കറുകളും ഒക്കെ ഉണ്ട്. ഒരൊറ്റ സന്ദർഭത്തിലെ കാര്യമെടുത്ത് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒരാളോട് അവതരിപ്പിക്കണമെങ്കിൽ, ഒരാളോട് നമ്മൾ ആവശ്യപ്പെടണമെങ്കിൽ, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ നമുക്ക് എത്ര സമയം വേണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ഓരോ കാര്യത്തിനനുസരിച്ചാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിൽ ഓർമ്മിക്കുക. എന്തോ ഒരു കാര്യം പ്രധാനപ്പെട്ട, ഓരോരുത്തർക്കും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്നത്. അധികാരികളുടെ മുമ്പിൽ, ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുമ്പിൽ ആ ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള ആ ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കാനും ആവശ്യപ്പെടാനും അത് ചോദിച്ചു വാങ്ങാനും എനിക്ക് എത്ര സമയം വേണം, ഞാൻ എത്രത്തോളം അതിനു വേണ്ടി ഒരുങ്ങണം, ഞാൻ എത്രത്തോളം അതിന് വിനയം കാണിക്കണം, ഞാൻ എത്രത്തോളം അതിന് എൻ്റെ മനസ്സാന്നിധ്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്ന് ആലോചിക്കണം. എന്തെങ്കിലും ഒരു കാര്യം. എന്നിട്ട് നമ്മുടെ നമസ്കാരത്തിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ നമസ്കാരത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ. ആ 7 കാര്യങ്ങൾ ഈ ദുനിയാവിലേക്ക് മതിയായതാണ്, പരലോകത്തേക്കും മതിയായതാണ്. നമ്മുടെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ദുന്യവിയായ ജീവിതത്തിലും ഉഖറവിയായ ജീവിതത്തിലും ഒക്കെ നമുക്ക് വിജയിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട് നമ്മുടെ നമസ്കാരത്തിൽ. ഏതായിരിക്കും ആ സന്ദർഭം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയുമായി ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന സന്ദർഭമാണ് സുജൂദ്. ആ സുജൂദിലാണ് അല്ലാഹുവുമായിട്ടുള്ള അങ്ങേയറ്റത്തെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ബന്ധം സ്ഥാപിക്കുന്നത്. ഒരാളുടെ മുമ്പിലും കുനിക്കാത്ത തല താഴെ വെച്ച്, നെറ്റി താഴെ വെച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ സർവവും സമർപ്പിച്ചു കിടക്കുക. അങ്ങനെയുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ആ സുജൂദ്, ആ സുജൂദുകൾ 2 സുജൂദ്.
ആ രണ്ട് സുജൂദുകൾക്കിടയിൽ അല്പനേരം നമ്മൾ ഇരിക്കുന്നുണ്ട്. ആ രണ്ട് സുജൂദുകൾക്കിടയിൽ അല്പനേരം നമ്മൾ ഇരിക്കുന്നുണ്ട്. ആ ഇരുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് 7 കാര്യങ്ങൾ ആവശ്യപ്പെടാൻ വേണ്ടിയുള്ള ഇരുത്തമാണ്. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അർത്ഥം അറിഞ്ഞുകൊണ്ട് ഉദ്ദേശപൂർവം അള്ളാഹുവിനോട് നേടിയെടുക്കണം എന്ന ഉദ്ദേശത്തോടെ നമ്മളിൽ എത്ര പേർ എപ്പോഴെല്ലാം എത്ര പ്രാവശ്യം ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കുക. വേറെ ആളുടെ കാര്യമൊക്കെ അവിടെ ഇരിക്കണം, നമ്മൾ നമ്മുടെ കാര്യം പരിഗണിക്കുക. നീ പറഞ്ഞേക്കുക, അള്ളാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ ചൊല്ലിത്തീർക്കുന്നില്ല എങ്കിൽ എന്നല്ല, ചൊല്ലിത്തീർക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാവരും ചൊല്ലിത്തീർക്കുന്നു. ഒരു അബോധത്തിലുള്ള ഒരു ചൊല്ലലാണ്. സുജൂദിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് അടുത്ത സുജൂദിലേക്ക് ഇമാം പോകുന്നത് വരെയുള്ള ഒരു വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലുള്ള ഒരു ചൊല്ലിത്തീർക്കൽ എന്ന നിലക്കാണ്. ചൊല്ലിത്തീർക്കാതിരുന്നാൽ പരിഗണിക്കൂല എന്നല്ല അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിനോട് ദുആ ചെയ്യാതിരുന്നാൽ പരിഗണിക്കുകയില്ല എന്നാണ്. അള്ളാഹുവിന്റെ പരിഗണന ലഭിക്കണമെങ്കിൽ അള്ളാഹു തആലയോട് ദുആ ചെയ്യണം എന്നാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എത്ര ആളുകൾ ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ്. അത് നൽകാൻ അല്ലാഹു തആലയ്ക്ക് മാത്രമേ സാധിക്കൂ. മനസ്സറിഞ്ഞ് ഹൃദയം തുറന്ന് ഹൃദയം നിറഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ വളരെ വിനയാന്വിതരായി ഇരുന്നുകൊണ്ട് ശാന്തമായ മനസ്സോടുകൂടി അല്ലാഹു തആലയോട് ഇത് ചോദിക്കാൻ നമ്മുടെ നമസ്കാരത്തെ, സ്വലാത്തിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? കഴിയേണ്ടതാണ്. ജമാഅത്തായുള്ള നമസ്കാരത്തിൽ ഇമാം ഒരുപക്ഷെ ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ചൊല്ലി തീർന്നു. ഇപ്പൊ പറയുന്നിരിക്കുന്ന മഅ്മൂമീങ്ങൾക്ക് അതങ്ങനെ ചൊല്ലി തീർക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പൊ അത് ചൊല്ലി തീർക്കൽ തന്നെയായിട്ട് മാറും. പെട്ടെന്ന് ചൊല്ലി തീർക്കലായിട്ട് മാറും. അതിനെ കുറിച്ച് ആലോചിക്കാൻ നേരം കിട്ടില്ല. എന്ന് വെച്ച് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാതിരിക്കാനും പറ്റില്ല. എന്നാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് സുന്നത്തായ നമസ്കാരങ്ങളാണ്. നമുക്ക് ആവശ്യമായത്ര സമയമെടുത്ത് നമ്മുടെ മനസാന്നിധ്യം ഉറപ്പുവരുത്തി അള്ളാഹുവിനോട് കാര്യങ്ങൾ ഓരോന്നോരോന്ന് ചോദിച്ച് വാങ്ങാൻ കഴിയുന്ന അവസരമാണ്. പക്ഷെ നമ്മുടെ സ്വലാത്തിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഫർദിനേക്കാൾ വേഗത്തിൽ നമ്മുടെ സുന്നത്ത് കൃത്യം. നമുക്ക് ഫർദ് നമസ്കാരത്തിന്റെ അത്ര സമയം വേണ്ട സുന്നത്ത് നിസ്കരിക്കാൻ, അതിനേക്കാൾ എളുപ്പം കഴിയും. നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് സുന്നത്ത് നമസ്കാരത്തിൽ ഇതൊക്കെ പൂർണ്ണമായിട്ട് ചൊല്ലേണ്ടതുണ്ടോ ഇല്ലേ എന്നാണ്. കാരണം നമ്മൾ ചൊല്ലുന്നതിലും നമ്മൾ ചടങ്ങ് തീർക്കുന്നതിലും ആണ് നമ്മുടെ ശീലം എന്നതുകൊണ്ടാണ്. പത്തയ്യാത്തിന്റെ അവസാനത്തെ ദുആ പിന്നെ സുന്നത്ത് നിസ്കാരത്തിൽ വേണോ? അതുപോലെ ഈ സുജൂദുകൾക്കിടയിലെ ഇരുത്തത്തിൽ മുഴുവനായിട്ട് ചൊല്ലേണ്ടതുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു കർമ്മം ചെയ്ത് തീർക്കുക എന്നതാണ് നമ്മുടെ ശീലം എന്നുള്ളതുകൊണ്ട് രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വിനയത്തോടു കൂടി ഇരുന്ന് ചോദിക്കാൻ ലഭിക്കുന്ന ഒരു അവസരം. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി അപ്പോയിന്റ്മെന്റ് തന്നാൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ, ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ എങ്ങനെ ആവശ്യങ്ങൾ കുറയ്ക്കാമെന്നല്ലല്ലോ നമ്മൾ ചിന്തിക്കുക. പരമാവധി ചോദിച്ചു വാങ്ങാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു രാഷ്ട്രത്തിന്റെയോ ഒരു ലോകത്തിന്റെയോ അല്ല, റബ്ബുൽ ആലമീന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. അവിടെ നമുക്ക് ചോദ്യങ്ങൾ കുറയ്ക്കാനാണ് തോന്നുന്നതെങ്കിൽ നമ്മുടെ ഇരുത്തത്തെ കുറിച്ച് വേണ്ടത്ര ഒരു വിചാരം നമുക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന ബോധത്തോടു കൂടിയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്? അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരേണമേ,
റബ്ബിഗ്ഫിർലി, നീ ഞങ്ങൾക്ക് പുറത്തു തരേണമേ, എനിക്ക് നീ പുറത്തു തരേണമേ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതാണ്, റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റഹീമീൻ. നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം, നിങ്ങൾ അല്ലാഹുവിനോട് പുറത്തു തരാൻ ആവശ്യപ്പെടണം. വർഹം, അതുപോലെ തന്നെ കാരുണ്യം ചൊരിയാനും റബ്ബിനോട് നിങ്ങൾ ആവശ്യപ്പെടണം. അല്ലാഹു തആലക്ക് മാത്രമാണ് അത് നൽകാൻ സാധിക്കൂ. ആ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഇരുന്നിട്ട് ചോദിക്കുന്നത്, രണ്ട് രീതിയിൽ ചോദിക്കാം. എന്റെ റബ്ബേ, എനിക്ക് നീ പുറത്തു തരേണമേ, അല്ലെങ്കിൽ അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരേണമേ. വർഹംനി, എന്നോട് നീ കാരുണ്യം ചൊരിയണമേ. അല്ലാഹു കാരുണ്യവാനാണ്. കതബ അലാ നഫ്സിഹി റഹ്മ, അല്ലാഹു അവന്റെ മേൽ സ്വയം തന്നെ കാരുണ്യം എന്ന് പറയുന്നത് നിർബന്ധമാക്കിയിരിക്കുന്നു. ആ റബ്ബിനോട് കാരുണ്യം ചോദിക്കാൻ, പടച്ചവനെ എനിക്ക് നീ കാരുണ്യം നൽകണമേ. വജ്ബുർനി, എന്റെ ന്യൂനതകളെ നീ എനിക്ക് പരിഹരിച്ചു തരേണമേ. ഇതെല്ലാം ന്യൂനതകളാണ് നമുക്കുള്ളത്. നമ്മുടെ ന്യൂനതകളിൽ പലതും നമുക്കറിയില്ല, നമ്മുടെ പോരായ്മകളിൽ പലതും നമുക്കറിയില്ല. നമ്മുടെ പോരായ്മകൾ മറ്റുള്ളവരാണ് കാണുന്നത്. മറ്റുള്ളവർ കണ്ട് നമ്മളോട് പറഞ്ഞാൽ തന്നെയും നമുക്ക് നമ്മുടെ എല്ലാ പോരായ്മകളെയും കുറിച്ച് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. ചില പോരായ്മകൾ നമുക്കുണ്ട് എന്ന് മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പോലും ശേഷിയില്ലാത്തവരാണ് നമ്മൾ. നമുക്കത് മനസ്സിലാവില്ല, എന്താ പറയണത്, ഞാനങ്ങനെയൊന്നുമല്ല പറയും. പക്ഷെ ന്യൂനതകളുണ്ട്, പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്. അത് പരിഹരിച്ചു തരാൻ ആർക്കാണ് കഴിയുക? അല്ലാഹുവിന് മാത്രമേ സാധിക്കൂ. എനിക്ക് എന്റെ ന്യൂനതകളെ നീ പരിഹരിച്ചു തരേണമേ. അല്ലാഹു തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഉർഫഅനി, നീ ഞങ്ങളെ നീ ഉയർത്തി തരേണമേ. ഉയർച്ച ഉണ്ടാകുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ലോകത്തുള്ള എല്ലാ ശക്തികളും കൂടി നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചാലും അല്ലാഹു തആല നിങ്ങളെ ഉയർത്തുമെങ്കിൽ ആ അടിച്ചമർത്തലുകൾക്ക് നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. വ്യക്തി എന്ന നിലക്കോ, സമൂഹം എന്ന നിലക്കോ, അല്ല കുടുംബം എന്ന നിലക്കോ. അല്ലാഹു തആലയാണ് നിങ്ങൾക്ക് ഉയർച്ച നൽകേണ്ടത്. ആ ഉയർച്ച അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, വർഫഅനി, എന്നെ നീ ഉയർത്തി തരേണമേ, എന്നെ നീ വളർത്തി തരേണമേ. അല്ലാഹു തആല പറഞ്ഞല്ലോ, മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. ആരെങ്കിലും പ്രതാപം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഉദ്ദേശിക്കുന്നുവെങ്കിൽ അറിയുക, എല്ലാ പ്രതാപത്തിന്റെയും ഉടമ റബ്ബാണ്. നമ്മള് സൽപ്പേര് കിട്ടാനും വളർച്ചയും ഉയർച്ചയും ഉണ്ടാകാനും പ്രതാപം ഉണ്ടാകാനുമാണ് പലപ്പോഴും റബ്ബിന്റെ കൽപ്പനകൾ അവഗണിക്കുന്നത്. അല്ലാഹു പറയാണ്, ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ, എല്ലാ ഇസ്സത്തിന്റെയും ഉടമ അല്ലാഹുവാണ്. ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബ് വൽ അമലുസ് സ്വാലിഹ് യർഫഉ. നല്ല വർത്തമാനങ്ങളും നല്ല പ്രവർത്തനങ്ങളും അതിനൊക്കെ അല്ലാഹു തആല ഉയർത്തുന്നതാണ്, വളർത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇസ്സത്ത് വേണമെങ്കിൽ, വളർച്ച വേണമെങ്കിൽ, പ്രതാപം വേണമെങ്കിൽ അത് അല്ലാഹുവിങ്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അവരോട് ചോദിക്കണം. ആരോട് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ വഷളാക്കപ്പെടുകയും വേറെ ആരുടെ മുമ്പിൽ സമർപ്പിച്ചാലും നിങ്ങൾ ആക്ഷേപിക്കപ്പെടുകയുള്ളൂ. ഉന്നതനായ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, വർഫഅനി, എനിക്ക് നീ ഉയർച്ച നൽകണമേ. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും വിജ്ഞാനം കരസ്ഥമാക്കുകയും ചെയ്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ വേറൊരിടത്ത് കാണാൻ കഴിയും. പിന്നെ നമ്മൾ ചോദിക്കുന്നത് വർസുഖ്നി, അല്ലാഹുവേ റിസ്ക് നൽകണം. ആരാണ് റിസ്ക് നൽകുന്നത്? ഇന്ന റബ്ബക യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ.
ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ. നിശ്ചയമായും നിന്റെ നാഥനാണ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റിസ്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. തീർച്ചയായും നിന്റെ നാഥനാണ്, റബ്ബാണ് അവൻ ഉദ്ദേശിക്കുന്നവരുടെ റിസ്ക് കുറച്ചു കളയുന്നത്. ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ. അല്ലാഹു അവന്റെ അടിമകളെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിവുള്ളവനും എല്ലാം കാണുന്നവനുമാണ്. ആ റബ്ബിനോടാണ് നമ്മൾ അടങ്ങിയിരുന്നിട്ട് വർസുഖ്നി, എനിക്ക് റിസ്ക് വർദ്ധിപ്പിച്ചു തരണം, വിഭവങ്ങൾ തരണം എന്ന് പറയുന്നു. വഹ്ദിനി, എനിക്ക് നീ ഹിദായത്ത് നൽകണമേ. അല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു നിങ്ങളെ ശാന്തിയുടെ ഭവനത്തിലേക്ക്, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകുന്നു. കുറേ വിവരം കയ്യിലുള്ളവർക്ക് ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. കുറേ വിവരങ്ങൾ, കുറേ ഇൻഫർമേഷൻസ് കയ്യിലുണ്ട് എന്നതുകൊണ്ട് ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഹിദായത്ത് അല്ലാഹു തആല നൽകുന്ന പ്രത്യേകമായ അനുഗ്രഹമാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നമ്മൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ, അത് നമ്മൾ സ്വലാത്ത് നമസ്കാരത്തിൽ നമ്മൾ ഓതുമ്പോൾ നടത്തുന്ന ഏക പ്രാർത്ഥന, ഫാത്തിഹയിലെ പ്രാർത്ഥന എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഞങ്ങളെ നീ ഹിദായത്ത് നൽകണമേ, നേർമാർഗ്ഗത്തിൽ നയിക്കണമേ. അല്ലാഹുവിന് മാത്രമേ നേർമാർഗ്ഗം നൽകാൻ സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ് അടങ്ങിയിരുന്ന് നമ്മൾ പറയുന്നത് വഹ്ദിനി. പിന്നെയോ വആഫിനി, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണം. സമ്പത്തുണ്ട്, പിന്നെയും ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ആഫിയത്തില്ല, സൗഖ്യമില്ല. എങ്കിലും ദുനിയാവ് ദുഷ്കരമാണ്, പ്രയാസകരമാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണം. ഈ 7 കാര്യങ്ങൾ ഞാനും നിങ്ങളും എങ്ങനെയാണ് റബ്ബിനോട് ചോദിക്കരുത്? ആലോചിച്ചു. അർത്ഥറിഞ്ഞിട്ടുണ്ടോ? വേണ്ട പോലെ ഗൗനിച്ചിട്ടുണ്ടോ? ചോദിക്കുന്ന നമുക്ക് വേണ്ടാത്തതാണ് ചോദിക്കുന്നതെങ്കിൽ ചോദിക്കപ്പെടുന്നവൻ എങ്ങനെ അനുഗ്രഹം ചെയ്യാനാണ്? ചോദിക്കുന്ന നമുക്ക് എന്താണ് ചോദിക്കുന്നത് എന്ന ബോധ്യമില്ലെങ്കിൽ അല്ലാഹുവിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കാനാണ്? സുജൂദിൽ നമ്മൾ അവനെ വാഴ്ത്തുകയാണല്ലോ ചെയ്യുന്നത്. സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല. അത്യുന്നതനായ രക്ഷിതാവ് പരിശുദ്ധനാകുന്നു. അല്ലെങ്കിൽ പിന്നെ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. ഇതാണ് നമ്മൾ സുജൂദിൽ പറയുന്നത്. പലപ്പോഴും പറയാറുള്ളത് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. എന്താ പറയണമെന്ന് അറിയില്ല, എവിടെ നിർത്തേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നമുക്ക് ശ്വാസം കിട്ടുന്നവരൊക്കെ നിർത്തുന്നത്. എന്താണ് ചൊല്ലുന്നതെന്നുള്ള ബോധ്യമില്ലാത്തത്. സുബ്ഹാനക അല്ലാഹുമ്മ, സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. റബ്ബന വബിഹംദിക, ഞങ്ങളുടെ രക്ഷിതാവേ സ്തുതി ഹംദ് അതൊക്കെ നിനക്കാണ്. എന്നിട്ട് പറയാണ് അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണമേ. അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ. ഇതാണ് സുജൂദിൽ കിടന്നിട്ട് പറയുന്നത്. പിന്നെ എഴുന്നേറ്റിരുന്നിട്ട് നമ്മുടെ മനസ്സ് മുഴുവനായും അല്ലാഹുവിൽ കേന്ദ്രീകരിച്ച് അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചു ഉറങ്ങുകയാണ് ചെയ്യേണ്ടത്. റബ്ബിഗ്ഫിർലി, റബ്ബിഗ്ഫിർലി, എന്റെ റബ്ബേ നീ എനിക്ക് പുറത്തു തരണമേ. വർഹംനി, നീ എന്നോട് കാരുണ്യം ചെയ്യണമേ. വജ്ബുർനി, നീ എന്റെ ന്യൂനതകളെ പരിഹരിച്ചു തരണമേ. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി, നീ എന്നെ ഉയർത്തി എന്റെ സ്ഥാനവും പദവിയും എനിക്ക് ഉയർച്ച നൽകണമേ. വർസുഖ്നി, നീ എനിക്ക് റിസ്ക് നൽകണമേ. വഖ്തിനി, നീ എനിക്ക് സന്മാർഗ്ഗം നൽകണം. വആഫിനി, നീ എനിക്ക് സൗഖ്യം നൽകണം. നിങ്ങൾ ഇതൊന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞ് ശീലിച്ചു നോക്കൂ. പിന്നെ നിസ്കാരത്തിന്റെ ഇടയിലെത്തും വരാൻ ആഗ്രഹമാണ്. അത് പറയാൻ കിട്ടുന്ന അവസരമാണല്ലോ എന്നുള്ളത്. പലപ്പോഴും നമുക്ക് നമ്മുടെ നമസ്കാരത്തിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയുണ്ട്. എന്തുകൊണ്ടാണ്? എന്താണ് ചൊല്ലുന്നത് എന്ന ബോധ്യമില്ലാത്തതുകൊണ്ടാണ്.
ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യമില്ലാത്തത്, ആരുടെ മുമ്പിൽ ആവശ്യങ്ങൾ ബോധിപ്പിക്കാനാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് നമുക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ്. നമസ്കാരത്തിന്റെ ഒരൊറ്റ സന്ദർഭത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സന്ദർഭത്തെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഓരോ സന്ദർഭത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമസ്കാരം എന്ന് പറയുന്നത് നമുക്കൊരു ഹരമായിട്ട് മാറും, ആവേശമായിട്ട് മാറും. എപ്പോഴും നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലാൻ കൊതിയായി മാറും. അതൊരു ഭാരമായിട്ടാണ് പലപ്പോഴും ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ളത്. നിസ്കരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തോന്നുന്നത് അങ്ങനെയല്ല, ആവേശപൂർവ്വം ചെയ്യാൻ കഴിയും. എന്തൊക്കെയോ ഭാരമായിട്ട് നടക്കുന്ന ഒരു ചുമട്ടുകാരൻ, അവന്റെ മുമ്പിൽ ഒരു അത്താണി ലഭിക്കുന്നത് പോലെയാണ് മുഅ്മിനീങ്ങളുടെ നിസ്കാരം എന്ന് പറയുന്നത്. ആരാണ് ഈ ചുമടൊന്ന് അല്പസമയത്തേക്കെങ്കിലും എന്നിൽ നിന്ന് ഏറ്റുവാങ്ങാനുള്ളത് എന്നറിയാതെ അയാൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് നടക്കുകയാണ്. അപ്പോഴാണ് ഒരു അത്താണി കാണുന്നത്, സ്വയം തന്നെ തന്റെ ചുമട് ഇറക്കി വെക്കാനുള്ള ഒരു അത്താണി. ഇതൊന്ന് പിടിച്ചു തരുമെന്ന് ചോദിച്ചിട്ട് ആരുടെയെങ്കിലും മുമ്പ് യാചിക്കേണ്ടതില്ലാതെ സ്വന്തം ഇത് ഇറക്കി വെക്കാനുള്ള ഒരു അത്താണി ലഭിക്കുന്ന ചുമട്ടുകാരനെ പോലെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിലുള്ള മഹത്തായ ഒരു സമ്മാനം അല്ലാഹു നൽകിയതാണ് അസ്വലാത്ത് എന്ന് പറയുന്നത്. കർമ്മങ്ങളെല്ലാം ഇങ്ങോട്ട് വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ നമസ്കാരം പഠിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടി അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. വരാൻ പറയൂ എന്റെ ഹബീബിനോട്, വരാൻ പറയൂ എന്റെ ഹബീബിനോട്. ജിബ്രീൽ അലൈഹിസ്സലാം പോയിട്ട് വരൂ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. മിഅ്റാജ് നമുക്കറിയാം. ആ മിഅ്റാജ് എന്ന് പറയുന്ന മഹാസംഭവം, അതിനു മുമ്പ് അതോട് ചേർന്ന് നടന്ന ഇസ്രാ എന്ന് പറയുന്ന സംഭവം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അവിടെ അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് അവന്റെ അബ്ദ്, അവന്റെ അടിമ എന്നാണ്. ആ അബ്ദ് എന്ന് പറയുന്ന അതേ പദം ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കരിക്കുന്നവനെ അഭിസംബോധന ചെയ്യുന്നത്. ഖുദ്സിയായ ഒരു ഹദീസ്, ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വാക്കുകൾ തന്നെ, എന്നാൽ ഖുർആൻ അല്ല, ഖുർആനിൽ പെടാത്തതാണ്. അതിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്റെ അടിമ നമസ്കാരത്തിലായിരിക്കെ, സ്വലാത്തിലായിരിക്കെ അവൻ ഫാത്തിഹ ചൊല്ലുമ്പോൾ, സൂറത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ആര് പറയും? അല്ലാഹു. ഞാൻ പറയും ഹമിദനി അബ്ദി, എന്റെ അബ്ദ്, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് പറയും. ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കായ മനുഷ്യർ, അവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെ പോലും അശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല. എല്ലാ ഓരോരുത്തരുടെയും വാക്കുകൾക്ക് അല്ലാഹു തആല ജവാബ് പറയുന്നു. സാധുവായ ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ബോധപൂർവ്വം ഞാൻ പറയുമ്പോൾ അല്ലാഹു എന്നെ കുറിച്ച് പറയാണ്. ആരോടായിരിക്കും പറയാം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമീപസ്ഥരായ മലക്കുകളോട്, മുഖറബീങ്ങളായ മലക്കുകളോട് അല്ലാഹു പറയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഹമിദനി അബ്ദി, എന്റെ അടിമ, എന്റെ അടിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ വാക്കാണ് എന്റെ അടിമ, അവന്റെ അടിമ, അബ്ദി, അവന്റെ അടിമ. ആ സ്ഥാനത്തേക്ക് നമ്മൾ ഒരു നിമിഷം കയറി ചെല്ലുകയാണ് ചെയ്യുന്നത്. എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ-റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അല്ലാഹു പറയും അത്രേ അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് ഒരാൾ പറയുമ്പോൾ, നിസ്കാരത്തിൽ പറയുമ്പോൾ അല്ലാഹു പറയും മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അല്ലാഹു പറയും ഹാദാ ബൈനി വ ബൈന അബ്ദി വ അബ്ദി മാ സഅൽ, ഇതെന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള കാര്യമാണ്.
വലിഅബ്ദി മാ സഅൽ, എന്റെ അടിമക്ക് അവൻ ചോദിക്കുന്നത് എന്തോ അതുണ്ട്. നമ്മൾ ചോദിക്കണ്ടേ? നമ്മൾ ചോദിക്കുന്നില്ല. ഇത് ഞാൻ ചോദിക്കുകയാണെന്നുള്ള ബോധം നമുക്കില്ല. അപ്പൊ നമുക്കൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചൊല്ലി തീർക്കുന്ന തിരക്കിലാണ്. നമ്മൾ നമ്മുടെ സ്വലാത്തിന്റെ നമസ്കാരത്തിന്റെ റൂഹ് നഷ്ടപ്പെട്ടു പോയ രീതിയിലാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ അങ്ങി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതുകൊണ്ടാണ് ഈ ജവാബ് നമ്മൾ കേൾക്കാത്തത്. അല്ലാഹു തആല നൽകുന്ന ഈ ഉത്തരത്തെ നമ്മൾ ശ്രദ്ധിക്കാത്തത്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് നമസ്കാരത്തിൽ നമ്മൾ പറയുമ്പോൾ അല്ലാഹു പറയുന്നു, അന്നേരം ഞാൻ മറുപടി പറയും, ആദാ ലിഅബ്ദി വലിഅബ്ദി മാ സഅൽ, ഇതെന്റെ അടിമക്കുള്ളതാണ്, എന്റെ അടിമക്ക് അവൻ ചോദിക്കുന്നത് എന്തോ അതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാക്യത്തിൽ പറഞ്ഞ ഈ സ്ഥലത്ത് 7 തവണ എന്റെ അടിമ എന്ന് പറഞ്ഞിരിക്കുന്നു. അബ്ദി, എന്റെ അടിമ. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകൾ. അല്ലാഹു നമുക്ക് മറുപടി നൽകുന്നു അപ്പോൾ തന്നെ. ഇതെന്നോ കിട്ടാനുള്ള എന്തോ ഒരു സാധനം കിട്ടിയായി എന്ന നിലക്കല്ല അതിനോട് നമ്മൾ സമീപിക്കേണ്ടത്. അല്ലാഹു എനിക്ക് ജവാബ് തരുന്നു, അല്ലാഹു എനിക്ക് മറുപടി നൽകുന്നു. ആ മറുപടി കേൾക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എന്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു ഇതിന് ജവാബ് തരുന്നുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടോ? ഇത് നിസ്കാരത്തിൽ മാത്രമുള്ള ഒരു ഓഫറാണ്. വെറുതെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്നത് അത് ഖുർആൻ പാരായണത്തിന്റെ വേറെ പ്രതിഫലം കിട്ടും. ഇത് നമസ്കാരത്തിൽ അല്ലാഹു തആല പ്രത്യേകമായി മുഅ്മിനീങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ പിന്നെ നമസ്കരിച്ച് കൂടി മാറുമോ? ആരാണ് എന്നോട് സംസാരിക്കുന്നത്? എന്റെ അടിമ എന്നത് എന്നെ കുറിച്ച് പറയുന്നത് ആരാണ്? ലോകത്ത് എവിടെയെങ്കിലും ഉള്ള ഏതെങ്കിലും ഒരു അധികാരിയല്ല, നശിച്ചു പോകുന്ന ഈ ലോകത്തിന്റെ സർവ്വസൈന്യാധിപനല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അടിമ എന്നെ കുറിച്ച് പറയുന്ന ഒരു അവസരമാണ്. ഇതാണ് നിസ്കാരത്തിൽ സംഭവിക്കുന്നത്. ആ അബദിന് ഇരുന്ന് പറയാൻ അവസരം വന്നിരിക്കുകയാണ്. മനസ്സ് തുറന്ന് നമുക്ക് പറയാൻ കഴിയണം, വർഹംനി വജ്ബർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അല്ലാഹു അതിന് ജവാബ് നൽകും. അല്ലാഹു അതിന് നമുക്ക് പദവികൾ ഉയർത്തി തരും. വേറൊന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ അടങ്ങി ഒതുങ്ങിയിരുന്നു. സുന്നത്തായ നമസ്കാരങ്ങളിൽ ധാരാളമായിട്ട് നമുക്ക് പറയാം. അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നുകൊണ്ട് നമുക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാം. അവന്റെ മുമ്പിൽ എല്ലാം എടുത്തു. ഞാൻ പറയുന്നു, മനസ്സറിഞ്ഞുകൊണ്ട് ഹൃദയ സാന്നിധ്യത്തോടു കൂടി ചൊല്ലുന്നത് എന്താണെന്ന ബോധ്യത്തോടു കൂടി നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ, നമസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്ത് നമ്മൾ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന, നമ്മുടെ ചിന്തയെ വ്യാകുലപ്പെടുത്തുന്ന, നമ്മെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച സമാധാനത്തോടു കൂടി നമുക്ക് വളരെ മനസ്സുഖത്തോടു കൂടി പോകാൻ കഴിയും. അത് റൂഹുള്ള നമസ്കാരമാണ്, ചൈതന്യവത്തായ നമസ്കാരമാണ്. അതാണ് നമസ്കാരത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ ഈ മുസ്ലിം ഉമ്മത്തിന് നമസ്കരിക്കാൻ കഴിഞ്ഞാൽ, പിന്നെ ആരാണ് നമ്മെ പരാജയപ്പെടുത്താനുള്ളത്? പിന്നെ ആർക്കാണ് നമ്മെ തോൽപ്പിച്ചു കളയാൻ സാധിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ വിശിഷ്ട സമ്മാനത്തെ ശ്രദ്ധിക്കാതെ അവഗണിച്ചു തള്ളുന്നു എന്നതാണ് നമുക്ക് വിജയം ലഭിക്കാതെ പോകുന്നതിന്റെയും അസ്വസ്ഥതകൾ മാത്രം പേറി നടക്കേണ്ടി വരുന്നതിന്റെയും കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കും. ഞാൻ പറയുന്നു, ഇന്ന് ജുമുഅക്ക് വേണ്ടി വരുമ്പോ നിങ്ങൾ നിർവഹിച്ച നമസ്കാരം പോലെ അല്ല ഇനി മുതൽ നമ്മുടെ നമസ്കാരം. ഓരോന്നും ശ്രദ്ധിക്കും. നമസ്കാരത്തിന്റെ വേറെയും ഭാഗങ്ങളെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാൻ ശ്രമിക്കും. നമ്മുടെ നമസ്കാരത്തെ നമുക്ക് കൃത്യതയുള്ള സ്വലാത്താക്കി മാറ്റാൻ കഴിയും. അങ്ങനെ ഇനിയിപ്പോ ജുമാ നമസ്കാരം മുതൽ ഇതുവരെയുള്ളതല്ല, ഇനിയും മുതൽ ഇതൊരു കാര്യമായ ഒരു സംഗതിയായി അല്ലാഹു നൽകിയ ഒരു സമ്മാനമായി സ്വീകരിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ
നമ്മൾ സംഭാഷണം നടത്തുകയും അവനിലേക്ക് കയറി പോവുകയും ചെയ്യുന്നു. മഅറാജുൽ മുഅ്മിൻ. നമുക്ക് അള്ളാഹുവിന്റെ അടുത്ത് മിഅ്റാജ് നടത്താനൊന്നും കഴിയില്ല, പക്ഷെ കഴിയും. അത് നമസ്കാരത്തിൽ. അല്ലാതെ റസൂലുള്ളാഹി പോയ പോലെ പോകാൻ നമുക്ക് കഴിയില്ല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച പേര് അല്ലാഹു നമ്മളെ വിളിക്കുന്നു എന്നത് തന്നെ അത് വലിയ നിഅമത്താണ്. അബ്ദി ഹമിദനി അബ്ദി അസ്ന അലയ്യ അബ്ദി മജ്ജദനി അബ്ദി. എന്റെ അടിമ എന്ന് അല്ലാഹു നമുക്ക് ജവാബ് നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാതോർക്കാൻ കഴിയും. കേൾക്കൂ, നിങ്ങൾ മനസ്സ് കൊടുത്താൽ കേൾക്കും. അല്ലാഹുവിന്റെ മുമ്പിൽ അടങ്ങിയൊതുങ്ങി സർവവും സമർപ്പിച്ച് ലോകത്തുള്ള എല്ലാ ചിന്തകളോടും വിട പറയാനാണ് കൈകൾ പൊക്കുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഹറാമാക്കുന്ന തക്ബീർ. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമാക്കുന്ന തക്ബീർ. എന്താണ് ഹറാമാക്കുന്നത്? ഭൗതികമായ എല്ലാ വ്യവഹാരങ്ങളെയും ഹറാമാക്കുകയാണ്. ആളുകളോട് വർത്തമാനമില്ല, ആളുകളുമായിട്ട് സംസാരമില്ല, ശരിയില്ല, തിരിഞ്ഞു നോട്ടമില്ല, ഭക്ഷണം കഴിക്കലില്ല, വെള്ളം കുടിക്കലില്ല, എല്ലാം ഹറാം. സലാം വീട്ടിൽ തിരിയുന്നത് വരെ ആ ഭൗതികമായ സകല വ്യവഹാരങ്ങളും ഹറാം. എന്നിട്ട് ഇതാ ഞാൻ എന്നെ മുഴുവനായും എന്റെ റബ്ബിന് കൊടുക്കുകയാണ് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന ഉരുവിടാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, ചൊല്ലി തീർക്കാനല്ല, ചോദിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിന് ശാന്തി നൽകും. നമ്മുടെ ഭാരങ്ങളെ അവൻ ഏറ്റെടുക്കും. നമ്മുടെ ടെൻഷനുകളെ അല്ലാഹു പരിഹരിച്ചു. നമുക്ക് അല്ലാഹു തആല കരുത്ത് നൽകും. പർവ്വതങ്ങൾ പോലെ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് മുമ്പിൽ മഞ്ഞുരുകും പോലെ ഉരുകിത്തീരുന്നത് കാണിച്ചു തരും. നമ്മുടെ ഹൃദയങ്ങൾക്ക് വിഷയങ്ങളെ ഉൾക്കൊള്ളാനുള്ള വിശാലത നൽകും. ഈ ലോകത്തും പരലോകത്തും അല്ലാഹു ഉന്നതമായ സ്ഥാനം നൽകും. എല്ലാ നേരത്തും അല്ലാഹുവിനെ ഓർമ്മിക്കാൻ, അല്ലാഹുവിന്റെ ആളുകളായി മാറാൻ അവസരം നൽകും. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരിശ്രമം അതിന് അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൈതന്യവത്തായ റൂഹുള്ള സ്വലാത്ത് നിർവഹിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി